ഡെലിവറി കഴിഞ്ഞുള്ള പാഡ് യൂസിങ്. പാഡോ -9/10. പാഡൊന്നും വെക്കാൻ പാടില്ല, തുണി തന്നെ വെക്കണം. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? പാഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം താഴേക്ക് വരും, കാറ്റൊക്കെ കയറിയിട്ട്. അയ്യോ. ഡെലിവറി കഴിഞ്ഞ് എക്സസൈസ്. പോസ്റ്റ്നേറ്റൽ എക്സസൈസ് ആണ് ഉദ്ദേശിച്ചത്. ഈ പറ്റില്ല -10/10. അനങ്ങാണ്ട് കിടക്കണം, കയ്യും കാലും അനങ്ങാണ്ട് നേരെ നിന്നാൽ നേരെ തരി അങ്ങോട്ട് മാറാൻ പാടില്ല. എന്നിട്ട് അവസാനം എന്തെങ്കിലും വരുമ്പോൾ ഡോക്ടറെ കാണും. അമ്മമാർക്ക് മെൻ്റൽ സപ്പോർട്ടാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. -10/10 ഇതൊക്കെ വേണ്ടാത്ത ചോദ്യങ്ങളാണ്. എന്തിനാണിത്? ഓരോരോ പെണ്ണുങ്ങളെ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങൾ. പ്രസവിച്ചാൽ പിന്നെ കുട്ടീനെ നോക്കാൻ അറിയില്ലേ? അതിനിപ്പോൾ ഒരാളെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. ലാക്ടേഷൻ എന്തൊക്കെയോ ചോദിക്കും. വയറ് കെട്ടുന്നത്. ഇതൊക്കെയാണ് ചോദ്യം. ഇതൊക്കെയാണ് ആദ്യം ചോദിക്കേണ്ടത്, മനസ്സിലായോ? വയറ് കെട്ടണം. വയറ് കെട്ടി മുറുക്കി വെച്ചാലാണ് ആലിലെ പോലെ വയറാവുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് വയറ് കെട്ടാണ്ട് ഇങ്ങനെ 10 മാസം ഗർഭിണിയായിട്ട് നടക്കാം. തലയിൽ എണ്ണ വെക്കലും മഞ്ഞൾ തേപ്പും. എണ്ണ തേപ്പ് ഇതൊക്കെയാണ് പ്രസവശേഷം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എണ്ണ തേച്ചിട്ട് അതിലൊരു 10/10 അങ്ങ് കൊടുക്കാം. എന്ന് വെച്ചാൽ എണ്ണ തേച്ച് ഇങ്ങനെ കിടക്കണം. മഴ ആയാലും തണുപ്പായാലും തലവേദന ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും പനി ഉണ്ടെങ്കിലും ഒക്കെ എണ്ണ തേക്കണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് പ്രസവരക്ഷ. തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പാ? എന്തിന് ഡോക്ടർ? -10/10. പോസ്റ്റ്നാറ്റൽ സെൻ്ററിൻ്റെ ആവശ്യമില്ല. ഒരു പരിഷ്കാരങ്ങൾ പണ്ടും പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് നമ്മളൊക്കെ മരുന്ന് കഴിച്ചത്. എന്തൊക്കെയോ കൊണ്ട് വന്നേക്കാണ്.